ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകാൻ പോകണമെന്ന് വെച്ചാൽ ഗുരുവായൂരാണ്. അതിനുശേഷം കാടാമ്പുഴയ്ക്കും പോകുന്നുണ്ട്. വരും നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. പോകുന്ന സമയം നല്ല മഴയുണ്ടായിരുന്നു. നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഗുരുവായൂരിലും കാടാമ്പുഴയിലും പാൻറ് അലൗഡ് അല്ല. അത് കാരണം മുണ്ട് അത്യാവശ്യമാണ്. അങ്ങനെ മഴയെല്ലാം തീർന്നതിന് ശേഷം നല്ല ഭംഗിയുള്ള ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ ഗുരുവായൂർ പോകുന്നത് വാഹനപൂജയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം കുതിരാനെത്തി. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ടണൽ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഗുരുവായൂർ എത്താനായി. അങ്ങനെ അവസാനം ഗുരുവായൂർ എത്തി. ഞങ്ങൾ പോകുന്ന സമയത്ത് വാഹനപൂജയ്ക്കായിട്ട് വാഹനം കിഴക്കേ നടയിലാണ് കൊണ്ടുപോവേണ്ടത്. മറ്റുള്ള വലിയ വാഹനങ്ങളെല്ലാം ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഗുരുവായൂരിൽ ദർശൻ ടൈം എപ്പോഴാണെന്ന്. അതിൻ്റെ പോസ്റ്റർ ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാം. അങ്ങനെ കിഴക്കേ നടയിലെത്തി. ഇനി വാഹനം ഉള്ളിലേക്ക് കൊണ്ടുപോകണം. വാഹന പൂജയ്ക്കായി ടോക്കൺ എടുക്കണം. വാഹന പൂജ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ദർശനം കാണാൻ പോയി. അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്തതായി കാടാമ്പുഴയിലേക്ക് പോവുകയാണ്. ഗുരുവായൂരിൽ നിന്ന് കാടാമ്പുഴയ്ക്ക് 59 കിലോമീറ്റർ ആണ്. 1 മണിക്കൂർ 20 മിനിറ്റ് എടുക്കും. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഭാരതപ്പുഴ എത്തി. ഇതാണ് ഭാരതപ്പുഴ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം കാടാമ്പുഴ എത്തി. ഇന്ന് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുകയാണ്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ അമ്പലത്തിനകത്ത് വന്നു. ഇതാണ് വഴിപാട് കൗണ്ടർ. ഇതാണ് ഇവിടെയുള്ള ഓരോ വഴിപാടിൻ്റെ ലിസ്റ്റ്. വഴിപാടിൻ്റെ ഒരു റെസിപ്റ്റ് തരും. അത് നമ്മൾ ഇവിടെ കൊടുക്കണം. അത് കൊടുത്താൽ എത്ര മുട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് നാളികേരം തരും. അങ്ങനെ എല്ലാം വാങ്ങിച്ചു. ഇതാണ് ഇവിടുത്തെ ദർശൻ ടൈം. ഇനി ഞങ്ങൾ ദർശനം കാണാൻ പോവുകയാണ്. അമ്പലത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ ദർശനം കണ്ടതിന് ശേഷം വീഡിയോ തുടരാം.
അങ്ങനെ ദർശനം കണ്ടോ? ഇവിടെയും ഗുരുവായൂരിലെ പോലെ പാൻറ് അലോഡ് അല്ല, മുണ്ട് അത്യാവശ്യമാണ്. നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോകുകയാണ്. അടുത്തൊരു കടയിൽ ക്യാമറ കണ്ടപ്പോൾ അത് വാങ്ങി. ശരിക്കത്തെ ക്യാമറയല്ല, അത് എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വെറും 50 രൂപയുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനായി ഒരു കടയിൽ നിർത്തി. പക്ഷേ അവിടെ കടയടയ്ക്കാൻ സമയമായതുകൊണ്ട് ചായ കിട്ടിയില്ല. ചുറ്റവടിയും കടയുമില്ല. അതുകൊണ്ട് പിന്നെയും യാത്ര തുടങ്ങി. അങ്ങനെ അവസാനം പാലക്കാടെത്തി. ഇനി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ സബ്സ്ക്രൈബും ചെയ്യൂ.